بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ അഹ്ഖാഫിലെ 11, 12, 13, 14 ഈ വചനങ്ങളാണ് നമുക്ക് പുതിയ പാഠമായി ഇന്ന് പാരായണം ചെയ്യാനുള്ളത്. ഈ വചനങ്ങളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കാം. തജ്വീദ് നിയമങ്ങൾ. وقال الذين كفروا ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ് വന്നപ്പോഴുള്ള തഫ്ഖീം കഫറു കാഫ് അതിൻ്റെ തർക്കീഖ് ഷിദ്ദത്ത് തുടങ്ങിയ സിഫത്തുകളൊക്കെ ശ്രദ്ധിക്കണം. റാഇന് തഫ്ഖീമാണ്. ലില്ലദീന ആമനു 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 ലൗ കാന പറയത് ലൗ കാന കടുപ്പത്തോടുകൂടി കാഫിനെ ഉച്ചരിക്കണം, ഷിദ്ദത്തോടുകൂടി. അതുപോലെ ഹംസിൻ്റെ അക്ഷരമാണ്. അല്പം കാറ്റിങ്ങനെ പുറത്തേക്ക് വരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ലൗഖാന ഖൈറം മാ സബഖൂനാ ഇലൈഹി ഖൈറൻ ഇവ രണ്ടും തഫ്ഖീം ചെയ്യണം. റായിൻ്റെ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഖൈറൻ മാ സബഖൂനാ ഇലൈഹി. ആ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വഇദ് ലം യഹ്തദൂ എന്ന് പറയുമ്പോൾ ഹായിൻ്റെ സുക്കൂൻ അല്ലേ, ഈ സക്കീനായി ഉച്ചരിക്കുമ്പോഴാണ് സിഫാത്തുകൾ കൂടുതൽ പ്രകടമാവുക. ഇവിടെ റഖാവ എന്ന സിഫത്തുള്ള അക്ഷരമാണ് ഹായ്. റഖാവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകലാണ്, എന്താ പറയുക, ലൂസാക്കിക്കൊണ്ട് അയവോടുകൂടി യഹ്തദു എന്ന് ഉച്ചരിക്കണം. ഫസയഖൂലൂന ഹാദാ ആ ദീർഘം മുൻഫസിൽ ജായിസാണ്, ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇഫ്കുൻ ഖദീം തൻവീനിനെ പൂർണ്ണമായും അവ്യക്തമാക്കുകയാണ്. തൻവീൻ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ഹഖീഖി മണിക്കലിലും തഫ്ഖീം ഉണ്ടാവണം. ഉന്ന മുഫഖമ ശേഷം ഖാഫ് തഫ്ഖീമിൻ്റെ ഹർഫായതുകൊണ്ട് ഇഫ്കുൻ എന്ന് തർക്കീഖ് ചെയ്യരുത്. ഇഫ്കുൻ ഖദീം. വമിൻ ഖബ്ലിഹി അവിടെ സാക്കിനായ നൂനിനെയും അപ്രകാരം ഇഖ്ഫാ ചെയ്ത് ഉന്ന മുഫഖമ നൽകി. വമിൻ ഖബ്ലിഹി ബാഇൻ്റെ സുക്കൂൻ ചലിപ്പിച്ചുകൊണ്ട് ഖൽഖല നൽകി ഉച്ചരിക്കണം. കിതാബു മൂസ ദീർഘം മുൻഫസിലായ ദീർഘമാണ്, ജായിസാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇമാമൻ വറഹ്മ തൻവീൻ ഇദ്ഗാം ബിഗുന്ന വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വറഹ്മ ഹാഇമലാണ് വഖഫ് ചെയ്യേണ്ടത്. വഹാദാ കിതാബുൻ മുസദ്ദിഖ് കിതാബുൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. കിതാബുൻ മുസദ്ദിഖുൽ ലിസാന സദ്ദിഖുൻ എന്ന തൻവീനിനെ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ലിസാനൻ അറബിയ്യ ലിസാനൻ എന്നതിലെ തൻവീൻ ഇൽഹാർ ഹൽഖി അറബിയ്യൻ ലിയുൻസിറ ഇദ്ഗാം ബിഗൈരി ഗുന്ന തൻവീനിനെ മണിക്കാതെ ലയിപ്പിക്കുക. ലിയുൻസിറ സാക്കിനാനൂൻ ഇഖ്ഫാ ചെയ്യണം, അവ്യക്തമാക്കി മണിക്കണം. الذين ظلموا നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്ന് മുൻപല്ലിൻ്റെ ഉള്ളിൽ ഭാഗത്തേക്ക് നാവ് ടച്ച് ചെയ്ത് ചേർത്ത് വെച്ച് പറയൽ തെറ്റാണ്. വലമു നാവിൻ്റെ അഗ്രഭാഗം പുറത്തായിക്കൊണ്ട് ലൂസാക്കി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തഫ്ഖീം വരണം, ഇസ്തിഅലാൻ്റെ ഹർഫാണ്, ഇത്ബാഖിൻ്റെ അക്ഷരമാണ്. വലമു وبشرى للمحسنين റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ലിൽമുഹ്സിനീൻ ഹാ വ്യക്തമാക്കി വെച്ചിരിക്കുക. ഇന്ന
ഇന്നല്ലദീന മണിച്ചുകൊണ്ട് നൂൻ മുഷദ്ദദ ഉച്ചരിക്കണം. ഖാലു റബ്ബുന തഫ്ഖീം ചെയ്യുക. ഖാഫ് അലിഫ് റാ. അല്ലാഹു ഇസ്മുൽ ജലാല ലാമിനെയാണ് ഉച്ചരിക്കുന്നത്. അല്ലാഹു അല്ലാഹു എന്നുള്ള ലാമിനെ തഫ്ഖീം ചെയ്ത് അല്ലാഹു എന്ന്, അത് ലാമും അതിൻ്റെ അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക, പെരുപ്പിക്കുക. സുമ്മ മീം മുഷദ്ദദ മണിക്കണം. സുമ്മ ഇസ്തഖാമു ഖാഫും അലിഫും തഫ്ഖീം ചെയ്യാം. ഫലാ ഖൗഫുൻ അലൈഹിം തൻവീനിനെ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. അലൈഹിം എന്നതിൽ സാക്കിനാമീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. വീണ്ടും വലാഹും സാക്കിനാമീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. വാവിന് മുമ്പിൽ വന്നതിനെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. യഹ്സനൂൻ ശ്രദ്ധിക്കുക. ഉലൈക മദ് മുത്തസിൽ വാജിബ് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അസ്ഹാബുൽ ജന്ന നൂൻ മുഷദ്ദദ മണിക്കണം. ഖാലിദീന ഖാഉം അലിഫും തഫ്ഖീം ചെയ്യുക. ഫീഹ ജസാഅൻ ബിമാ ജസാഅൻ മദ് മുത്തസിൽ വാജിബ് തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിക്കണം. ഫലത്തിൽ ഇഖ്ഫാ ഷഫവി എന്ന സാക്കിന മീമിന് നൽകേണ്ട വിധി നൽകിക്കൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ 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 എന്ന് ഒരു പിടുത്തം വരരുത്, ഷിദ്ദത്ത് വേണ്ട. തവസ്സുത്തിന്റെ ഹർഫാണ് ഐൻ. യഅമലൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وقال الذين كفروا للذين آمنوا لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم. ومن قبله كتاب موسى إماما ورحمة وهذا كتاب مصدق لسانا عربيا لينذر الذين ظلموا وبشرى للمحسنين. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون.